ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ദിവസമല്ലേ, നമ്മളിന്ന് ചെയ്യുന്നത് ഒരു കദളിപ്പഴം വെച്ചിട്ടുള്ള നിവേദ്യമാണ് കേട്ടോ. ഇത് ഉടുപ്പി ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നിവേദ്യമാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ നിവേദ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്കപ്പോൾ എങ്ങനെയാണ് ഈ കദളിപ്പഴം നിവേദ്യം ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. നമുക്കപ്പോൾ കദളിപ്പഴം നിവേദ്യം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 5 കദളിപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഇതിൻ്റെ തോല് കളഞ്ഞ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഞാനപ്പോൾ എടുത്ത് വെച്ച ആ 5 കദളിപ്പഴം തോലൊക്കെ കളഞ്ഞ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കദളിപ്പഴം നിങ്ങൾ ഇങ്ങനെ തോല് കളയുന്ന സമയത്ത് ഒരിക്കലും കത്തി വെച്ചൊന്നും അത് കട്ട് ചെയ്യരുത് കേട്ടോ. ഇരുമ്പിൻ്റെ കത്തിയുമായി ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേതുപോലെ ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ഇത് കൈ വെച്ച് വേണം ഉടയ്ക്കാനായിട്ട്. മിക്സി വെച്ചോ ഒന്നും ഇതങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ കൈ വെച്ച് തന്നെ നമുക്ക് പതുക്കെ ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പം ഞാനിതിവിടെ നന്നായിട്ട് കൈ കൊണ്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർക്കണം. ശർക്കര ഉരുക്കിയിട്ടല്ല ചേർക്കുന്നത്, ഒരച്ച് ശർക്കര പൊടിച്ചത്. ഇതിപ്പോൾ ഞാൻ പൊടിയായിട്ടുള്ള ശർക്കര വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ശർക്കര ഇങ്ങനെ മണ്ണൊന്നും ഇല്ലാത്ത ടൈപ്പ് തന്നെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഉരുക്കി ചേർക്കരുത്. ഉരുക്കി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അതിൻ്റെ ആ ഒരു കളറൊന്നും കിട്ടില്ല. ശർക്കര ഉരുക്കിയതിൻ്റെ ആ ഒരു കളർ വ്യത്യാസം വരും, നമുക്ക് ഒരു ബ്ലാക്കിഷ് കളറിലേക്ക് വരും. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ശർക്കര പൊടിച്ച് തന്നെയാണ് എപ്പോഴും അമ്പലങ്ങളിലൊക്കെ ചേർക്കാറുള്ളത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി ചുമന്ന അവിലുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ, ഒരുപാട് അങ്ങ് വറുത്തെടുക്കൊന്നും വേണ്ട. അതിന് ശേഷം നമുക്കിതിൻ്റെ കൂടെ ഞാനിവിടെ 1.5 കപ്പ് തേങ്ങാപ്പാൽ അളന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ചെറിയൊരു തേങ്ങയുടെ പാല് ഫുള്ളായിട്ട് എടുത്തിട്ടുള്ളതാണ്. 1-ാം പാല് 2-ാം പാലൊന്നൊന്നുമില്ല, എല്ലാം കൂടി ഒരുമിച്ച് ആക്കിയിട്ട് 1.5 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ പാലും പഴവും അവിലും എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാലാണ്, അല്ലാതെ പശുവും പാലല്ല. ഇതിലൊരിക്കലും പശുവും പാലല്ല ചേർക്കുന്നത്, തേങ്ങയുടെ പാൽ തന്നെയാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ട് അതിൽ 2 ടീസ്പൂൺ തന്നെ വെളുത്ത എള്ള് ഞാനൊന്ന് മൂപ്പിച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ വെളുത്ത എള്ള് ഇല്ലയെന്നുണ്ടെങ്കിൽ കറുത്ത എള്ള് ഉപയോഗിക്കാം കേട്ടോ. സാധാരണയായിട്ട് വെളുത്ത എള്ളാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. അതിന് ശേഷം ഈ എള്ള് ചേർത്തതിന് ശേഷം ഒരു 3 ഏലക്കായ ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ, ഇടിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് പച്ചക്കർപ്പൂരുണ്ടല്ലോ, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഈ അങ്ങാടിക്കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പച്ചക്കർപ്പൂരുണ്ട്, അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കണം. ഞാനൊരു കുഞ്ഞ് കഷ്ണം പച്ചക്കർപ്പൂരം എടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് തന്നെ പൊടിച്ചതാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉടുപ്പിയിൽ നിന്ന് ഉള്ള എല്ലാ നിവേദ്യങ്ങൾക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന എല്ലാ പ്രസാദത്തിലും തന്നെ ഈ ഒരു കർപ്പൂരത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവിടെ നിന്ന് അത് കഴിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം, ആ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഈ പച്ചക്കർപ്പൂരം ഇതിൽ ചേർക്കുമ്പോൾ. അപ്പോൾ നമ്മളുടെ കദളിപ്പഴം വെച്ചിട്ടുള്ള നിവേദ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ദിവസം കൃഷ്ണന് വേണ്ടി നമുക്ക് ഈ നിവേദ്യം ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൻ.